ബോസ് മലയാളം സീസൺ 7 രാവിലെ തന്നെ ആദിലയും അനീഷും തമ്മിൽ ഒരു അടി കഴിഞ്ഞതാണ്. അതുകൊണ്ടൊന്നും ആദിലക്ക് മതിയായില്ല. അതാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് രണ്ടാളും തമ്മിൽ അടി. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ അനീഷും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് അതിരാവിലെ തന്നെ ഇവർ രണ്ടാളും തമ്മിൽ, അതിരാവിലെ എന്ന് പറയുന്നില്ല, മോർണിംഗ് സോങ് കഴിഞ്ഞതിന് ശേഷം രണ്ടാളും തമ്മിൽ ഉണ്ടായിരുന്നു. നൂറക്ക് അനീഷ് മെഡിസിൻ കൊണ്ടുപോയി കൊടുത്തത് ഇഷ്ടപ്പെടാതെ ആദിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതാ പിന്നീട് വീണ്ടും ആദിലയും അനീഷും തമ്മിൽ വഴക്ക് കിടക്കുന്നു. അതിനെ സംബന്ധിച്ച് അനീഷിനെ കാണുമ്പോൾ ഒന്ന് ചൊറിയണം, ഒരു സ്ക്രീൻ സ്പേസ് എപ്പിസോഡിലൊക്കെ കയറി പറ്റണ്ടേ. അനീഷും ആദിലയും തമ്മിലുള്ള വൻ വഴക്കാണ്. രാവിലത്തെ വഴക്കിൽ അനീഷ് അധികമൊന്നും മിണ്ടിയില്ല, വിട്ടുകളഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള വഴക്കിൽ അനീഷ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം അനീഷിൻ്റെ കയ്യിൽ നല്ല അടിപൊളി പോയിന്റ് കിടക്കുന്നുണ്ട്. അനീഷ് അത് ഹൈലൈറ്റ് ചെയ്താൽ ആദില പെടും. അതിന് വേണ്ടിയിട്ട് അത് മറിക്കാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊക്കെ വലിച്ചു കീറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു നിന്നു. നീ ഒരു സ്ത്രീ ആണെന്നുള്ള റെസ്പെക്റ്റ് ഞാൻ തന്നിട്ടുണ്ട്. ഇനി വേണ്ട. ഇനി എന്നോട് എങ്ങനെ പെരുമാറുന്നേ അതേപോലെ തന്നെ അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു പെരുമാറും. അപ്പോൾ അതിൽ പറയണോ താൻ എന്ത് ചെയ്യടോ, ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സംസാരം കേട്ടോ അതിലൂടെ. ഇങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനീഷ് പറയാണ് എന്ത് പെരുമാറുന്നോ അതേ രീതി ഞാൻ തിരിച്ചു പെരുമാറും. അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു മാറ്റവും ഇല്ല. ആദിലയുടെ മൂത്താപ്പ വന്നാൽ പോലും അതിന് മാറ്റം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അതിൽ പറയാണ് താനാണോ എൻ്റെ മൂത്താപ്പ? എൻ്റെ മൂത്താപ്പ ആരാടോ? തൻ്റെ മൂത്താപ്പ. തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോ? തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കാൻ വന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് അതിൽ ചോദിക്കുന്നത്. മുഖത്ത് നോക്കി അനീഷ് പറഞ്ഞിരിക്കുകയാണ്. അത് ബിഗ് ബോസ് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ സ്ട്രാറ്റജി എൻ്റെ അടുത്ത് ഇറക്കണ്ടാന്ന്. അതായത് റിയാസ് വന്നപ്പോൾ എന്തൊക്കെയോ ചെവിയിൽ ഓതി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ റിയാസും അതിലും തമ്മിൽ എന്തൊക്കെ ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന അനീഷ് പറയുന്നുണ്ട്. റോബിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് റിയാസ് കളിച്ച കളിയില്ലേ, അത് ആദില എൻ്റെ അടുത്ത് എടുക്കണ്ട, അത് എൻ്റെ അടുത്ത് നടക്കൂല, ആ ഡ്രാമയൊന്നും വേണ്ട, ആ ഗെയിം സ്ട്രാറ്റജി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ. ആദ്യം 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് വെറുതെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് അനീഷിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഒന്ന് തട്ടോ ഒന്ന് മുട്ടോ എന്തെങ്കിലും കിട്ടിയിട്ട് എന്നെ ഇടിച്ച് എന്നെ പിച്ച് എന്നെ മാന്തി എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ പുറത്താക്കാനുള്ള പരിപാടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് തന്നെയാണ്. അത് മനസ്സിലാക്കി അനീഷ് പറയുന്നുണ്ട് ആ സ്ട്രാറ്റജി എൻ്റെ അടുത്ത് എടുക്കണ്ട, അത് നടക്കൂല എന്ന്. അതിലിടെ കളി മനസ്സിലാക്കി അതിയുടെ മുഖം നോക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. മുഖം നോക്കി അടിക്കല്ല, വാക്കുകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിൽ മിണ്ടിയിട്ടില്ല. പിന്നെ അതിൽ പോവാണ്. അനീഷിൻ്റെ കയ്യിലുള്ള വജ്രായുധം എന്താണെന്ന് അറിയാം. ടാസ്കിൻ്റെ ഇടയിൽ അനീഷിനെ പിടിച്ച് അതിൽ അടിച്ചു. ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷോൾഡർ കൊണ്ട് അതിലൂടെ മേത്ത് അനീഷ് അടിച്ചായിരുന്നു. ജസ്റ്റ് അത് ആ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ നടന്നതാണ്, അല്ലാണ്ട് മനഃപൂർവ്വം അടിച്ചതൊന്നുമല്ല. ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒന്ന് മുട്ടിയായിരുന്നു. ഇത് മുട്ടി 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് ഇയാളാണോ എന്നെ മുട്ടിയത് വെച്ചാൽ മുതുകത്തിട്ട് ഒരൊറ്റ ഇടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അനീഷിൻ്റെ മുതുകത്തിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അനീഷ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ അതിലെ പേടിച്ചിരിക്കുകയാണ്. ഇതെങ്ങാനും മനഃപൂർവ്വം അടിച്ചതാണിത്. അപ്പോൾ അതിൽ പറയുന്നത് എൻ്റെ ദേഹം വേദനിച്ചാൽ ഞാൻ അടിക്കും എന്നത്. ഇത് അനീഷ് അല്ല കേട്ടോ ഇന്നത്തെ ലൈവിൽ ഹൈലൈറ്റ് ചെയ്തത്. അനീഷും അതിലും തമ്മിലുള്ള ഈ ഒരു വാക്ക് തർക്കത്തിന് ശേഷം അക്ബർ പറയുന്നുണ്ട് നീ എന്തിനാ വെറുതെ അയാളുടെ പിന്നാലെ പോകുന്നത്, നീ അയാളെ അടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനാണ് അതിൽ കൊടുക്കുന്നത്. പക്ഷെ അനീഷ് ഇതുവരെ ഓരോടത്തും എന്നെ അടിച്ചു, എന്നെ പിച്ചി മാന്തി ഒന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ അനീഷിനെ പറയാം, സ്ട്രോങ്ങിൽ ഒരു അടിയാണ് കൊടുത്തത് മുതുകത്തിട്ടിട്ട്. ഇതൊന്നും അനീഷ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അക്ബറും ആര്യനും എത്തിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന്. പക്ഷേ അടിച്ച് വേദനിച്ച് അപ്പോൾ തന്നെ അടിക്കുക. 2-3 മിനിറ്റ് ആലോചിച്ചിട്ട് അടിക്കുന്നെങ്കിൽ മനഃപൂർവ്വം അയാൾക്ക് ഒരെണ്ണം കൊടുക്കാൻ കിട്ടിയപ്പോൾ ഒരവസരം ഉപയോഗിച്ചതായിട്ടാണ് കുടുംബാംഗങ്ങൾ കാണുന്നത്. നമ്മളും പ്രേക്ഷകരും അത്രത്തിൽ തന്നെ കാണേണ്ടതായിട്ട് വരും. അതിലൊക്കെ അനീഷിനോടുള്ള സമീപനം ഇങ്ങനെ ആയതുകൊണ്ട് മനഃപൂർവ്വം അടിച്ചതാണ്. ഒരു അവസരം കിട്ടിയപ്പോൾ മനഃപൂർവ്വം 2 കൊടുത്തതാവാനും സാധ്യതയുണ്ട്. അതിൽ ലാലേട്ടൻ വരുമ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്, ചർച്ച ചെയ്യപ്പെടും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താകുന്നു എങ്ങനെയാകുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.